നമ്മുടെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്നൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് വരികയാണ്. കേന്ദ്രമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം മന്ത്രിയുടെ ഓഫീസിൽ പോയി ഔദ്യോഗികമായി കാണുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഞങ്ങള് നേരത്തെ GST കൗൺസിലിന്റെ സമയത്തും അതുപോലെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിന്റെ സമയത്തും കഴിഞ്ഞ ആഴ്ച മന്ത്രിയായിട്ട് നേരിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എല്ലാ സംസ്ഥാനത്തെയും ധനകാര്യമന്ത്രിമാർ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആയിരുന്നു. അവിടെ വെച്ച് തന്നെ കേരളത്തിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് കൊടുത്തിരുന്നു. ഇപ്പോ കത്ത് കൊടുക്കുന്നത് മാത്രമല്ല, പൊതുവിൽ പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിന് പരമാവധി സഹായവും പിന്തുണയും ഉണ്ടാവണം. ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സഹായം ഉണ്ടാകണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ടത്. അതിന് ഭാഗമായി നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി റീട്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് കേരളത്തിന്റെ നമ്മളാ കൊടുത്ത കത്തിന്റെ കോപ്പി തരാം. നമ്മുടെ ഈ ഫിസിക്കൽ കൺസോളിഡേഷന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാ മേഖലയിലും ഏറ്റവും മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ആകെയുള്ള കട ബാധ്യത ബോറോയിങ് GSTP നോക്കുമ്പോൾ അത് വലിയ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷമൊക്കെ നമ്മുടെ കടമെടുക്കുന്നത് 3.5% എടുക്കാൻ അവകാശമുള്ള സ്റ്റേറ്റ് എന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞ വർഷം 2.8 എടുക്കാൻ പറ്റിയുള്ളൂ. അതിന് മുമ്പത്തെ പ്രാവശ്യം 2.44 എടുക്കുന്നു. അപ്പോൾ കടമെടുക്കുന്നതിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സാമ്പത്തിക രംഗത്തെ ഒരു ദൃഢീകരണത്തിനകത്ത് നല്ലപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചു. കേരളം എന്നാൽ നേരിടുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കേന്ദ്രം ഈ അവരുടെ റിസോഴ്സ് പങ്കുവെക്കുമ്പോൾ നേരത്തെ 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് തന്നിരുന്നതിന്റെ പകുതിയെ ഇപ്പൊ കിട്ടുന്നുള്ളൂ. 1.9%. അത് പലതാണ് പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ അതുള്ളത് കൊണ്ട് നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും. പിന്നെ ഗ്രാന്റ് 2 വർഷം മുമ്പ് നമുക്ക് കിട്ടിയിരുന്ന ഗ്രാന്റ് 31,000 കോടിയായി. ഈ വർഷം കഴിഞ്ഞ വർഷം 11,000 കോടിയായി. ഈ വർഷം വീണ്ടും അത് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും സംസ്ഥാനത്തിന്റെ ഒരു തൃപ്തിയല്ലാത്ത എന്നാൽ ഈ നയങ്ങൾ കാരണം ബാധിക്കുന്ന കുറെ പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളം 1-2 കാര്യങ്ങൾ പറഞ്ഞത് നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുക്കുന്ന എല്ലാ സ്റ്റേറ്റിലും അതത് സ്ഥലത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. കേരളത്തിൽ മാത്രം ഭൂമിക്ക് വില കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് പണി മുന്നോട്ട് പോകാൻ തടസ്സം വന്നപ്പോൾ നമ്മൾ 25% ഓഫ് ദി ലാൻഡ് അക്വിസിഷൻ കേരളത്തിൽ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാഷണൽ ഹൈവേയുടെ ലാൻഡ് എടുക്കുന്ന 25% 6,000 കോടി രൂപ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ സംസ്ഥാന സർക്കാരിന് മറ്റു വഴിക്ക് ചെറുതാക്കണം അതിന് കൊടുക്കുകയാണ്. അപ്പൊ ആ പണം നമുക്ക് അഡീഷണൽ ആയിട്ട് പിന്നെ നൽകേണ്ടതുണ്ട്. കേന്ദ്രം ചെലവാക്കേണ്ട ഒരു പണത്തിന് നമ്മൾ സഹായിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെലവാക്കിയ ചില മേഖലകളിൽ 2021-22 വർഷം മുതലാണ് കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്ത കടം നമ്മുടെ സംസ്ഥാനത്തിന്റെ കടത്തിനകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ അതൊരു തീരുമാനം എടുക്കും. നമുക്കൊരു തർക്കമുണ്ട്. പക്ഷെ ഈ 2021-22 പറഞ്ഞാൽ ഏപ്രിൽ 2021 മുതൽ മാർച്ച് 2022 വരെയുള്ള കാര്യത്തിൽ മാർച്ച് 2022 ഈ തീരുമാനം വരുന്നത്. അപ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്ട് വരും. അതിന്റെ ഭാഗമായിട്ട് ഈ വർഷം 4,710 കോടി കുറയും, അടുത്ത വർഷം 4,010 കോടി കുറയും. ഇതിനകത്ത് നമുക്കൊരു ആശ്വാസം തരണം. ഇങ്ങനെ സ്പെസിഫിക്കായ ചില കാര്യങ്ങൾ പ്രത്യേകം പറയുകയുണ്ടായി. പിന്നെ അന്ന് പറഞ്ഞതുപോലെ കേരളത്തിന് പ്രത്യേക അസിസ്റ്റൻസ് ഫോർ പാക്കേജ് നൽകണം, വിഴിഞ്ഞത്തിനും അതുപോലെ പുതിയ പദ്ധതികൾക്കും പണം നൽകും. ഇങ്ങനെ കാര്യങ്ങൾ പറയാനാണ് പോയത്. എന്തായാലും മീറ്റിംഗ് വളരെ കോടിയിലാകും. നല്ല പോലെ കേരളത്തിന്റെ കാര്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പുതിയ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് പരിശോധിക്കാം. ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. എന്തായിരുന്നു അതൊന്നും ഇന്ന് നേരത്തെ നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തില്ല. അത് പൊതുവിൽ നേരത്തെ കൊടുത്തേക്കുന്ന കാര്യം. ഇന്നത്തെ കാര്യത്തിനകത്ത് അത് ജനറലി കേരളത്തിനകത്ത് എയിംസ് മറ്റു കാര്യങ്ങൾ അതിനകത്തേക്ക് കേന്ദ്രീകരിച്ച് മാത്രമല്ല കേരളത്തിന് കിട്ടാനുള്ള പണത്തിന്റെ കാര്യമാണ് പൊതുവിൽ. കേരളത്തിന് നമുക്കെല്ലാം കാര്യം നടക്കത്തക്കുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യമല്ല. ഇതിലിപ്പോ ഒരു പുതിയ മന്ത്രിസഭ വന്നു കഴിയുമ്പം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അവരുമായിട്ട് കണ്ട് കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രിയുടെ എല്ലാ സഹായവും നമ്മുടെ സ്റ്റേറ്റിന്റെ ഫൈനാൻസിനാണ്, സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിനാണ്. റവന്യൂ ന്യൂട്രൽ വിഷയം നേരത്തെ കഴിഞ്ഞ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ന്യൂട്രൽ എല്ലാം നേരത്തെ കൊടുക്കുകയും GST കൗൺസിലിനെയും വീണ്ടും കഴിഞ്ഞ ദിവസം ഒരു ഫോർമാലിറ്റികൾ പലതും പൂർത്തീകരിക്കേണ്ടതാണ്. വിശദമായ ഒരു ദിവസം സമയത്ത് അടുത്ത താമസിയാൻ തന്നെ ചെയ്തു. ഈ യോഗത്തിൽ അത് സംസാരമായിട്ട് ഇന്നിപ്പോ അതുമില്ല. ഫസ്റ്റ് അന്ന് കൊടുത്തിരുന്നതാണ് റവന്യൂ ന്യൂട്രൽ റേറ്റിന്റെ കാര്യം.
റേറ്റുകൾക്ക് വന്ന നഷ്ടം, നമുക്ക് വന്ന നഷ്ടത്തിന്റെ കാര്യം അതിന് നേരത്തെ പറഞ്ഞില്ല. ആ കത്തുകൾ ഞങ്ങൾ വീണ്ടും അന്നത്തെ മെമ്മറാണ്ട് വീണ്ടും ഒന്ന് കൊടുത്തു. പക്ഷെ ഈ പ്രത്യേക കാര്യങ്ങളെല്ലാം ശ്രദ്ധ വേണം. ഗവൺമെന്റ് ഇന്നാണല്ലോ ഒരു പാർലമെന്റ് പ്രവർത്തനമൊക്കെ തുടങ്ങി. ആ തിരക്കുകളിലും നമുക്ക് ഇന്ന് സമയം തന്നിരുന്നു. നമ്മൾ ചോദിച്ചിട്ട് ആരോപിക്കാതെ സിൽവർ ലൈൻ്റെ ഇല്ല, അങ്ങനെ ഒരൊന്നുമില്ല. അത് കത്തിൽ കൊടുത്താൽ കൊടുത്ത കാര്യങ്ങളെല്ലാം അതെല്ലാം കത്തുകളിൽ കൊടുത്താൽ. ഈ KSRTCയുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒറ്റഘട്ടമായി നൽകുമെന്നുള്ളത് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് നോക്കിയിരുന്നെങ്കിൽ സർക്കാരിന് ഡാമേജ് കൺട്രോൾ നടത്താമായിരുന്നില്ല. ഈ റിസൾട്ടിന് വരെ കാത്തിരിക്കേണ്ടിയിരുന്നു. റിസൾട്ട് കൊണ്ടൊന്നും അല്ലത്. ആ ഡാമേജ് കൺട്രോൾ ഞാൻ പറയട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണ്. അന്ന് 19 സീറ്റും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിന് പരാജയപ്പെടുകയായിരുന്നു. അന്ന് KSRTC ശമ്പളം കൊടുക്കുന്നതേയില്ല, പെൻഷൻ കിട്ടുന്നതേയില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് KSRTCയുടെ ക്രൈസിസ് കുറെ കാലമായിട്ട് തുടങ്ങി. ഇപ്പോൾ 2 പ്രാവശ്യമായി കൊടുത്തത് കൊണ്ടാണ് പ്രശ്നം എന്ന് പറയുന്നത് അർത്ഥമില്ല. 2 പ്രാവശ്യമായി കൊടുക്കുന്നുണ്ട്. ഒരിക്കലും കോവിഡിന് മുമ്പ് വരെ 1 രൂപ പോലും ശമ്പളത്തിനായിട്ട് KSRTCക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കോവിഡ് വന്ന് ആ സമയത്താണ് കുറച്ച് കൊടുത്തത്. ഞാൻ ചുമതല ഏറ്റെടുത്ത 3 വർഷവും അവർക്ക് KSRTCക്ക് പണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ബഡ്ജറ്റ് എത്ര ഇരട്ടിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം അങ്ങനെ പണം കൊടുക്കാൻ സാധാരണഗതി കഴിയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പൊതുമേഖലയിൽ സർക്കാരെല്ലാം ഒരുപോലെ ആകും. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. 2 ഘട്ടമായിട്ട് കൊടുക്കുന്നതിന് കാര്യമുണ്ട്. 2 ഘട്ടമായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഫണ്ടുകളും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 ഘട്ടമാണ്. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കും. ഇപ്പൊ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 650 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് 650 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് KSRTCയുടെ പേരിലുള്ള കടം തീർക്കാൻ വേണ്ടി പിന്നെ ഒരു NPA ആയ 2 കടങ്ങളുണ്ടായിരുന്നു. ഒന്ന് KPDFC എന്ന് പറഞ്ഞൊരു സ്ഥാപനം നിങ്ങൾക്കറിയുന്നതാണ്. 2 KSRTC കേരള സഹകരണ ബാങ്കിൽ നിർത്ത പണം. ഈ 2 പണവും അടക്കം വരുന്ന തുക 650 കോടിയാണ്. 650 കോടി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൊടുത്തതാണ്. അതുകൊണ്ടാണ് ആ ഒരു പണവും എടുക്കാൻ പറ്റാത്ത റേറ്റിംഗിൽ താഴെ പോയിരുന്നത്. ഇന്നിപ്പോൾ കുറച്ച് പണം അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയല്ലേ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു. 2 പ്രാവശ്യമായിട്ട് ഒരുമിച്ച് കൊടുക്കാത്തതല്ല. എത്രയും പെട്ടെന്ന് അവർ എക്കണോമിക്കലി ബെറ്റർ ആവണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതേപോലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുണ്ട്. പല മേഖലയിലും പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പൊതുമേഖലയിലാകെ ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റും മറ്റ് പല സംസ്ഥാന ഗവൺമെന്റുകളും ഇതൊക്കെ നിർത്തുകയും പട്ടാളത്തിൽ പോലും ആളെ എടുക്കാതെ ഓർഡറാക്കി ആക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിനകത്ത് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ നമുക്കറിയാം KSRTCയിലെ ആളുകൾ നോക്കുമ്പോൾ അവർക്കൊന്നും വല്ലാത്ത ആശങ്ക ഉണ്ടായിരുന്നു. പെൻഷൻ കൃത്യമായി കിട്ടുന്നില്ല, ശമ്പളത്തിന് പ്രശ്നമായിരുന്നു. അതിനൊക്കെ എത്രയും മാറി. ഇപ്പൊ ശമ്പളം പെൻഷൻ കൃത്യമായി കിട്ടുന്നുണ്ട്. 2 ഘട്ടമായി എന്നുള്ളത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇപ്പൊ അത് ഒരുമിച്ച് ഈ 650 കോടി രൂപയും കൂടി സർക്കാർ കൊടുത്ത് ധനകാര്യ വകുപ്പ് മുന്നിലെടുത്ത് മുഖ്യമന്ത്രിയും കൂടി അന്ന് പിന്നെ ഒരു ഡിസ്കഷന്റെ ഭാഗമായി കൊടുത്തതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൊതുവായ തൊഴിലാളികൾക്കും സ്ഥാപനങ്ങൾക്കും അനുകൂലമായ എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. മിനിസ്റ്റർ, ഈ കടമെടുപ്പ് വേണ്ടിയിട്ട് നേരത്തെ GST യോഗത്തിന് ശേഷം പറഞ്ഞത് കൂടുതൽ തുക ലഭിക്കാനുള്ള യോഗ്യത സംസ്ഥാനത്തിലുണ്ട്. നികുതി വിഹിതം അടക്കമുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നപ്പോൾ പരിശോധിക്കുമ്പോൾ അർഹതയിൽ നടക്കുന്നത്. അത് സംബന്ധിച്ച് എന്താണ്? കടമെടുക്കാനുള്ള പരിധിയില് പൊതുവിൽ കടമെടുക്കാനുള്ള പരിധിയുടെ കാര്യത്തിനകത്ത് ഓരോ വർഷവും നമ്മുടെ GSTP വരുന്നതനുസരിച്ച് കൂടും. അത് ഇപ്രാവശ്യം നമ്മുടെ GSTP ഏകദേശം 13 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ അതനുസരിച്ച് പിന്നെ ബോറോയിങ്ങുള്ള പരിധി. അതല്ല പ്രശ്നം. നമ്മുടെ കാര്യത്തിൽ നമുക്ക് 3.5% എന്ന് പറഞ്ഞാൽ 3% സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്നത് കോവിഡ് സമയത്ത് 5% എടുക്കാമായിരുന്നു. അത് കഴിഞ്ഞ് 4 രൂപയായി. അത് 4ആയി 3.5ആയി. ഇപ്പോൾ 3 ഉള്ളൂ. ആ 3%ത്തെ കൂടെ പവർ സെക്ടറിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു 0.5% കിട്ടും. അങ്ങനെ 3.5% എടുക്കാവുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് 2.8 എടുക്കാൻ സമ്മതിച്ചുള്ളൂ. അതിനങ്ങേ വർഷം 2.44 എടുക്കാൻ സമ്മതിച്ചുള്ളൂ. 2.44 എടുക്കാൻ സമ്മതിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം 3.5 എടുക്കുകയായിരുന്നെങ്കിൽ കിട്ടാമായിരുന്നതിൽ 16,000 കോടി രൂപയാണ് കേരള ഗവൺമെന്റിന് സാധാരണഗതിയിൽ എടുക്കാൻ പറ്റുന്നത്, എടുക്കാൻ സമ്മതിക്കാനും. ഇത് കിഫ്ബിയുടെ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അന്ന് 16,000 കോടി, ഈ തൊട്ട് മുമ്പത്തെ വർഷം 8,000 കോടി, ഈ മാർച്ച് മാസം കഴിഞ്ഞ വർഷം 8,000 കോടി. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും പണം നമുക്ക് സാധാരണഗതി യാതൊരു തടസ്സമില്ലാതെ എടുക്കുന്നത് ഈ റിട്രോസ്പെക്റ്റീവ് എഫക്ട് വന്നപ്പോഴത്തേക്കും നേരത്തെ എടുത്തതിന്റെ പേരിൽ നേരത്തെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഒക്കെ എടുത്തു എന്നുള്ളതിന്റെ ന്യായമൊക്കെ പറഞ്ഞിട്ട് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. ഗവൺമെന്റുകൾ തുടർച്ചയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നൊരു കുറവാണ്. അതാണ് നമ്മൾ പറഞ്ഞത് 2.44 എന്ന് പറഞ്ഞത് 2.8. ഇപ്പോഴത്തെ AGയുടെ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പം 2.8 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ
0.7% ഇനി എടുക്കാമായിരുന്നു. അതും അനുവദിക്കപ്പെട്ടിട്ടില്ല. അതിന് കാരണം ഇങ്ങനത്തെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ഇങ്ങനെ വരരുത് എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ വീണ്ടും കൊടുത്തു. ഗവൺമെന്റ് പറയുന്നത് അല്ല, കേന്ദ്രത്തിനോട് നമ്മളത് പറഞ്ഞു. അതിൽ വലിയ ധാരാളം പിന്നെ മെമ്മോറാണ്ടം കൊടുക്കുകയും കത്തെഴുതുകയും ചർച്ച നടത്തുകയും ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ 2-3 അത് നമ്മുടെ പൊതു സ്റ്റാൻഡാണ്. 2-3 കാര്യങ്ങൾ സ്പെസിഫിക്കായി നമ്മൾ പറഞ്ഞു. കേന്ദ്രത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്നതാണല്ലോ. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ചെയ്ത് എടുക്കാൻ പാടില്ല. പിന്നെ എടുക്കാൻ സമ്മതിക്കാത്തത് ഇപ്പം പ്രോസ്പെക്റ്റീവിൽ അത് തപ്പം കേസൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. റിട്രോസ്പെക്റ്റീവിലെ കാര്യത്തിലൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ കാര്യത്തിനകത്ത് എന്തായാലും NH നമ്മൾ എടുക്കാൻ കൊടുത്തല്ലേ. NH പണിഞ്ഞല്ലോ. കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള ആളുകളാണല്ലോ. എല്ലാ സ്ഥലത്തും NHന്റെ പണി പൂർത്തിയായി. അടുത്ത വർഷം കാസർഗോഡ് നിന്ന് 6-7 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താവുന്ന തരത്തിലേക്ക് റോഡ് പണിയായില്ല. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത പണമാണ്. അത് ന്യായമായി തരും എന്നാണ് അത് അനുവദിക്കുന്നതാണ് കേന്ദ്രം ഒരിക്കലും അനുകൂലമായ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ അതേ മന്ത്രിമാർ തന്നെ അതേ ചുമതലകളിൽ തുടരുന്ന ഈ സർക്കാരിൽ നിന്നൊരു അനുകൂല തീരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നമ്മള് 2-3 തരത്തിലെ കാര്യങ്ങൾ കാണുന്നത്. ഞാനീ പറഞ്ഞതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം സംസാരിച്ചാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങളാണ്. പക്ഷെ കേരളം എന്തായിരിക്കും ഫ്യൂച്ചർ? നിങ്ങൾക്കൊക്കെ കുറെ കൂടെ കഴിയുമ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് കുറച്ചുകൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഒറ്റയടിക്കുന്ന അനുവാദം തരുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ആ കൺസെപ്റ്റ് ഇപ്പോൾ ഇന്ത്യയിലാകെ വരുന്നുണ്ട്. അല്ലാതെ അതിനേക്ക് കേന്ദ്രീകരിച്ച് അതിലേക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് വലിയ കാര്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊന്നും കൊണ്ടല്ല. അത് ഇറ്റ്സ് എ ലോങ് ടൈം പ്ലാൻ. അത് ഇങ്ങനെ കേരളത്തിലൊക്കെ ഇങ്ങനെ സൗകര്യങ്ങൾ വരണം എന്നുള്ളതല്ല. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഇല്ല. ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് ഇന്നത്തെ സംസ്ഥാനങ്ങളെ ആലോചിച്ചിട്ട് അത് വരത്തുള്ളൂ. പക്ഷെ നമുക്കതൊരു അത്തരം കാര്യങ്ങൾ ഒന്നുകിലും സംസ്ഥാനത്തുണ്ടാവണം. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അത് കേന്ദ്രം ചെയ്യുന്നതാണ്. വന്ദേ ഭാരതിന് സ്പീഡ് കുറച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. വന്ദേ ഭാരത് 160 കിലോമീറ്റർ ഉള്ളത് ഗതിമാനും വന്ദേ ഭാരത് 130 കിലോമീറ്റർ. ഇപ്പൊ കാസർഗോഡ് കണ്ണൂർ എന്നുള്ളത് തിരുവനന്തപുരത്ത് വരാൻ നമ്മൾ തിരിച്ച് കാസർഗോഡ് കണ്ണൂരെ പോകണമെങ്കിൽ വന്ദേ ഭാരത് ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നായി. പ്രത്യേകിച്ച് എറണാകുളം കോഴിക്കോട് കണ്ണൂരൊക്കെ വളരെ ഫാസ്റ്റായിട്ട് അത്തരം ട്രെയിനുകൾ കൂടുതൽ വന്നാൽ മതി. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ നല്ലതുപോലെ ഇടപെടൽ വേണം. ചെന്നൈ മെട്രോയുടെ നെക്സ്റ്റ് ഫേസിന് അവർ 68,000 കോടി രൂപയാണ് വേണ്ടി വരുന്നത്. അതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാൻ പ്രധാനമായും സെൻട്രൽ ഗവൺമെന്റ് വരുന്നതാണ്. അപ്പോൾ യാത്രാ സൗകര്യം വളരെയേറെ വർദ്ധിക്കണം. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഒരു 20 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് പോകാൻ പറ്റുമെങ്കിൽ 18 മണിക്കൂർ കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായി. അങ്ങനത്തെ ട്രെയിനുകളുണ്ടല്ലോ. അത് ഭാവിയിൽ വരണമെന്നുള്ളത് നമ്മുടെ പ്ലാൻ വേണമെന്ന് നമ്മൾ പറയുന്നതിന്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളുടെ ഭാഗമാണിത്. അതുകൊണ്ട് സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ ജനറലായിട്ടുള്ളൊരു കാര്യം എന്നാലും നമ്മുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞാണ്. അതല്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് വന്നേക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ശ്രീമതി നിർമ്മല സീതാരാമനെ കണ്ടു പറയുന്നത് പറഞ്ഞാൽ കേരളത്തിനോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം എന്നുള്ള പൊതു റിക്വസ്റ്റാണ്. മന്ത്രി എന്ന നിലയിൽ ചുമതല ഏറ്റെടുത്തിട്ട് പാർലമെന്റ് തുടങ്ങിയതിന് സജീവമായി തുടങ്ങുന്ന ദിവസം തന്നെ നമ്മൾ കണ്ടു പറയുന്ന നമുക്കെല്ലാം ഹെൽപ്പും വേണം. അതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാം കൂടെ അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുകയും ഡൽഹിയിൽ നിങ്ങളാണല്ലോ നമ്മുടെ അംബാസഡേഴ്സ്. നിലവിൽ നൽകിയിരിക്കുന്ന DPR തീരുമാനം പുതിയ DPR നൽകാൻ കഴിയില്ല. അതിന്റെ ഒന്നും കാര്യങ്ങൾ ചർച്ചയ്ക്കൊന്നും വരുന്നില്ലല്ലോ. അതിന്റെ കാര്യം അത് നിങ്ങൾ അങ്ങോട്ടെ വാർത്തകളിൽ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നതാണ്. അതിന്റെ കാര്യത്തിനകത്ത് അത്രയും പ്രയോറിറ്റിയിലുള്ള കാര്യമായിട്ട് ഇപ്പൊ നിൽക്കല്ലേ. കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ചിന്തിക്കുകയോ ചലിക്കുകയോ ചെയ്യാതെ അത് മിനിറ്റ് പോലും മുന്നോട്ട് പോകും. അതിനകത്ത് നമുക്ക് തത്വമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇപ്പോ 3ാമത്തെ വന്ദേ ഭാരത് ഓടിക്കാൻ കൊണ്ടുവന്ന് കേരളത്തിലാണ്. ഓടിച്ചു തുടങ്ങിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വന്ദേ ഭാരത് കേരളത്തിലേക്ക് ഓടിച്ചാലാണ് ആളുകളെ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാണ്. പാസഞ്ചേഴ്സ് ഫുള്ളാണ്. കൂടുതൽ വണ്ടി കിട്ടിയാൽ എത്ര ആൾ പോകും. അപ്പൊ അത്തരം സൗകര്യങ്ങൾ ഉണ്ടായാൽ മതി കേരളത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട്. ബാക്കി ഭാവിയിൽ ഇതിന്റെ ഹൈസ്പീഡ് പിന്നെ റെയിൽ നെറ്റ്വർക്ക് ഒക്കെ ഇന്ത്യയിൽ ആകെ വരുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ബാക്കി വരുമായിരിക്കും. അപ്പൊ അത് കൺസെപ്റ്റ് എന്ന നിലയിൽ നമുക്ക് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ വേഗത്തിൽ വന്നിരണം. അവിടുന്ന് മംഗലാപുരത്തേക്കോ അതുവഴി ബോംബെക്കോ അവിടുന്ന് പാലക്കാട് നിന്ന് പിന്നെ ചെന്നൈക്കോ മറ്റു സ്ഥലത്തേക്കോ ഒക്കെ പോകാൻ പറ്റുന്ന ഹൈസ്പീഡ് ട്രെയിനും കണക്ഷനും ഇന്ത്യ വേണം. അത് അടുത്ത് നമ്മളെന്തെങ്കിലും തൊട്ട് പിന്നാലെ വരുന്നവർക്ക് അത്ര സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഇപ്പോഴും പ്ലാൻ ചെയ്ത് തുടങ്ങണ്ടേ.